ലൈഫിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആളുടെ നിന്ന് തിരിച്ചൊരു താങ്ക്സ് പ്രതീക്ഷിക്കാറില്ലേ? ഇനി ആ താങ്ക്സ് കിട്ടിയില്ലെങ്കിലോ? ചിലപ്പോൾ ഇനി അത് മതി അയാളുമായി ഒന്ന് തെറ്റാനോ ചെറിയൊരു ഡിസ്റ്റൻസ് വെക്കാനോ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് അറിഞ്ഞും അറിയാതെയും ലൈഫിൽ ബ്ലെസ്സിങ്സ് തരുന്ന പഠിച്ചവനോട് നമ്മൾ എത്ര താങ്ക്സ് പറയാറുണ്ട്? ആലോചിക്കേണ്ട കാര്യമല്ലേ? ലൈഫ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പഠിച്ചവൻ ലീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പരാജയങ്ങളോ വന്നാൽ ബ്ലെയിം ചെയ്യൽ നമ്മൾ പതിവ് ചെയ്യുക. എനിക്കിത് വന്നല്ലോ, എന്താ എനിക്ക് മാത്രം എന്നൊക്കെ. ശരിക്കും ഈ ലൈഫിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? പൈസയോ വീടോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല. ഹെൽത്തി ആയിട്ടൊരു ദിവസം ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ വരാന്തയിലൊക്കെ പോയി പേഷ്യൻസിന് കൊടുത്ത് ലൈഫിൽ ഏറ്റവും ലക്ഷറി തിങ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ: എഫേർട്ടില്ലാതെ ശ്വാസം ഒന്ന് വലിച്ചു വിടാൻ. എന്താല്ലേ, ലൈഫിൽ എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് പഠിച്ചും തന്നിട്ടും അതിനൊന്നും ഗ്രേറ്റ്ഫുൾ ആവാണ്ട് വീണ്ടും വീണ്ടും കിട്ടാത്ത കാര്യങ്ങളെ തേടി ചോദിക്കലല്ലേ പതിവ്. മറിച്ച് നമുക്കുള്ളതിനെ പറ്റി എപ്പോഴെങ്കിലും പഠിച്ചോൻ എനിക്ക് തന്നല്ലോ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. പഠിച്ചോനും നമ്മളെപ്പോലെ ഒരു താങ്ക്സ് ഇല്ലാത്ത പേരിൽ നമ്മുടെ കാര്യങ്ങളൊന്ന് വഴിമുട്ടിയാലോ? തീർന്ന് അല്ലേ? നമ്മളോട് പഠിച്ചോൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ: ലൈൻ ശക്കർത്തും വലാസീതന്നക്കും. നിങ്ങൾ നന്ദിയുള്ളവനായിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഒറ്റ മെസ്സേജേ ഉള്ളൂ: ബി ഹാപ്പി, സ്റ്റേ ഹാപ്പി ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ.